സക്സസ് ഫയലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LGS പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/24. പിന്നെ വരുന്ന 10th പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും കണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രസ്താവനയാണ്. വില്യം ബെന്റിക് പ്രഭു. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താത്തിയ തോപ്പിയും. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താത്തിയ തോപ്പിയും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഫൈസാബാദിലെ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ലക്നൌവിലെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കും. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഓപ്ഷൻ ഡി ആണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. അടുത്തത്: ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് സ്ഥാപിച്ച സംഘടന. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അലിഗഡ് പ്രസ്ഥാനം. അടുത്തത്: രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ തന്നിരിക്കുന്നത് അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി. ഇതിൽ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവയാണ് രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ. മിറാത്ത് ഉൽ അക്ബർ, സംബാദ് കൗമുദി എന്നിവ. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. ഏഴാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കറുമായിട്ട് ബന്ധപ്പെട്ടത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. 10, 11 ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ് G7 ഉച്ചകോടി നടന്നത്. G7 ഉച്ചകോടി നടന്നത് 2024 ഇറ്റലി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമാണ്. സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ആദ്യം മൗലിക അവകാശമായിരുന്നു. പിന്നീട് അത് മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ് എന്ന് ചോദിക്കാറുണ്ട്. സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ഇപ്പോൾ ഏതാ തരത്തിലുള്ള അവകാശമാണ്? നിയമാവകാശമാണ്. നിയമാവകാശം. അടുത്തത്: ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ്.
അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് ഏത് കോടതിയാണ്? ഇവിടെ തന്നിരിക്കുന്നത് സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി, മുൻസിഫ് കോടതി എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തേതാണ് ശരി. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കും. സുപ്രീം കോടതി, ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. അവസാനത്തെ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 106ാമത്തെ ഭേദഗതിയാണ്. 106. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാമത്തെ പഞ്ചവത്സര പദ്ധതി തന്നിരിക്കുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? 1, 3 എന്നിവയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ: സൈനിക നടപടി ശരിയാണ്, ലയന കരാർ ശരിയാണ്, അനുരഞ്ജനം ശരിയാണ്. 20ാമത്തെ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാനാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ ആണ്. മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? കാരക്കോറം മലനിരയിലാണ്. കാരക്കോറം മലനിര. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇരുമ്പിന്റെ പ്രസൻസ് ആണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി. ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2023 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി.
53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് 53. ഓപ്ഷൻ ബി ആണ്, മമ്മൂട്ടിയാണ്. മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018 കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്കയാണ്. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2018. 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ഏത്? റാം കെയർ ഓഫ് ആനന്ദി ആരുടെ നോവലാണ്? അഖിൽ പി ധർമ്മജന്റെ നോവലാണ്. കഥാപാത്രം അല്ലാത്തത് തന്നിരിക്കുന്നു മല്ലി, രേഷ്മ, സുമതി, കിരൺ. കഥാപാത്രം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? വനഭൂമി വയനാട് ജില്ലയിലാണ്. വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമിയുള്ളത് വയനാട്. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ല. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായലാണ് ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലിന്റെ ആകൃതി എഫ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. റീഡ് തവളകൾ കാണപ്പെടുന്നത് എവിടെയാണ്? റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ്. കക്കയം. ചാമ്പൽ മലയണ്ണൻ കാണപ്പെടുന്നത് ചിന്നാറിലാണ്. ചിന്നാർ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണൻ ചിന്നാർ, സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട്, ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ശരിയാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ശരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോള് ശരിയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹീരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് ഏതാണ്? നാഗാർജുന സാഗർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്കലാണ്. ബക്രാനങ്കൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതിയാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന.
ജനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 എന്നിവയാണ് ബന്ധം ഇല്ലാത്ത പ്രസ്താവനകൾ. 42ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനായിട്ടാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രാരാക്ഷസം, ശൂദ്രകൻ, മൃച്ഛകടികം. ഒന്നും കൂടി നോക്കാം. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രാരാക്ഷസം, ശൂദ്രകൻ, മൃച്ഛകടികം. അടുത്ത ചോദ്യം കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-57 ആണ്. PSLV C-57. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഗസ്റ്റ് കോംതെയാണ്. ആഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ്. തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശം. 2023 ലോക മണ്ണ് ദിന സന്ദേശം എന്തായിരുന്നു? മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസിന്റെ ജന്മദേശം പോർച്ചുഗലാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്ര നോബൽ ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസ്ലുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ചെറുകുടലുമായിട്ട് യോജിച്ചത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസ്ലുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അടുത്ത ചോദ്യം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. 55 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ദേശീയ വനനയം നിലവിൽ വന്നത് 1988 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ്. IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2024 ലോക പരിസ്ഥിതി ദിനം സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ചത്. സൗദി അറേബ്യ. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്? സിംബാബ്വെ. സിംഗ്. ഓപ്ഷൻ സി ആണ്. സിംഗ്. നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിവേപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറിവേപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം രാസോർജമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം ഏതാണ്? രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ.
എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ശരിയാണ്. അടുത്തത്, എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രം ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കൾ ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എത്ര പേർക്കാണ്? രസതന്ത്രം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3 പേർക്കാണ്. 3 പേർക്ക്. 3 പേര് ആരൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ പരത്തുന്നത് മലമ്പനിയാണ്. മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG ആണ്. EEG. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ആണ്. കാർസാപ്പ്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റയാണ്. പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെക്ലേറിയ ഫൗലേറിയാണ്. നെക്ലേറിയ ഫൗലേറി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെക്ലേറിയ ഫൗലേറി. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് ഏതാണ്? പ്ലൂറയാണ്. പ്ലൂറ. താഴെ തന്നിരിക്കുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. പോർട്ടൽ സിരയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2 ശരിയാണ്. 4 ശരിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ശരിയാണ്. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ശരിയാണ്. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ്. 78 ക്വസ്റ്റ്യൻ ഡിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81ാമത്തെ ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ.
82ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 83 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 85ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. 88 ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 91ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 92 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 93ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 94 ഓപ്ഷൻ ബി. 95 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 96ാമത്തെ ചോദ്യം 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ എ ആണ്. 98ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 99ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.